നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യുഎസിലെ കൊളംബിയ സർവകലാശാലയിൽ പലസ്തീൻ അനുകൂല പ്രക്ഷോഭം നടത്തിയ വിദ്യാർത്ഥികളെ ന്യൂയോർക്ക് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. 1968 പൗരാവകാശ പ്രക്ഷോഭത്തിന്റെയും വിയറ്റ്നാം യുദ്ധവിരുദ്ധ പ്രക്ഷോഭത്തിന്റെയും പ്രധാന സമരകേന്ദ്രമായിരുന്ന സർവകലാശാലയിലെ ഹാമിൽട്ടൺ ഹാളിൽ നിലയുറപ്പിച്ച പ്രതിഷേധക്കാരെ രണ്ടാം നിലയിലെ ജനാലയിൽ കൂടി അകത്ത് കയറിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. നിലവിൽ 50ഓളം പ്രക്ഷോഭകരെ അറസ്റ്റ് ചെയ്തതായാണ് റിപ്പോർട്ട്. പോലീസ് നടപടിയിൽ ആർക്കും പരിക്കുകളില്ല എന്ന് ന്യൂയോർക്ക് പോലീസ് വ്യക്തമാക്കിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പ്രതിഷേധം അവസാനിപ്പിച്ചില്ല എങ്കിൽ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യുമെന്ന് സർവകലാശാല അറിയിച്ചിരുന്നു. ക്യാമ്പസിനകത്ത് പ്രതിഷേധക്കാർ കെട്ടിയ 120ഓളം വരുന്ന ഈ കൂടാരങ്ങൾ നീക്കം ചെയ്യണമെന്നും നിർദ്ദേശിച്ചിരുന്നു. അതിന് വിസമ്മതിച്ചതോടെ തിങ്കളാഴ്ച മുതൽ അധികൃതർ അച്ചടക്ക നടപടി സ്വീകരിച്ചു തുടങ്ങിയിരുന്നു. ഇതിനു പിന്നാലെയാണ് പ്രതിഷേധക്കാർ ഹാമിൽട്ടൺ ഹാളിലേക്ക് നീങ്ങിയത്. ചൊവ്വാഴ്ച രാത്രിയോടെ സർവകലാശാലയിലെത്തിയ ന്യൂയോർക്ക് പോലീസ് 11 മണിയോടെ ക്യാമ്പസിൽ നിന്ന് ഒഴിഞ്ഞുപോകണമെന്ന് പ്രതിഷേധക്കാരോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തത്. ശനിയാഴ്ച മാത്രം 4 ക്യാമ്പസുകളിൽ നിന്നായി 275ഓളം പ്രക്ഷോഭക്കാരെയാണ് അറസ്റ്റ് ചെയ്തത്. ഏപ്രിൽ 18 മുതൽ 800-ലേറെ പേർ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നാണ് വിവരം. ബോസ്റ്റണിലെ നോർത്ത് ഈസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 100 പേരെയും സെന്റ് ലൂയിസിലെ വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 80 പേരെയും അരിസോണ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 72 പേരെയും ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 23 പേരുമാണ് ശനിയാഴ്ച അറസ്റ്റിലായത്. അമേരിക്കയിലെ ടെക്സസ്, കാലിഫോർണിയ, വിർജീനിയ, നോർത്ത് കരോലിന, ന്യൂ മെക്സിക്കോ, കണക്ടിക്കുട എന്നിവിടങ്ങളിലുള്ള ക്യാമ്പസുകളിൽ നിന്നായി ഏപ്രിൽ 18 മുതൽ 1000 പലസ്തീൻ അനുകൂല പ്രതിഷേധക്കാരെയെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മെയ് 17 വരെ യൂണിവേഴ്സിറ്റിയിൽ പോലീസ് സാന്നിധ്യം ഉണ്ടാകണമെന്ന് സർവകലാശാല അധികൃതർ ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ട്.